Hello students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ വൈസ് എക്സാം വെയിറ്റേജ് ആണ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, സാർ ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാമെന്ന്. അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, റീകൺസിലേഷൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ട്, ക്യാഷ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റേഷ്യോ. ഇങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നമുക്കുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. കാരണം അതിൽ ഒരുപാട് യൂണിറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജേർണൽ ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ബേസിക്സ്, ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു വലിയൊരു ചാപ്റ്ററാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. സോ ഒരു അറൌണ്ട് 50% നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നതും ആ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത്, റൈറ്റ്? അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിനായിരിക്കും, റൈറ്റ്? റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം വളരെ സിമ്പിൾ ചാപ്റ്ററാണ് BRS എന്ന് പറയുന്നത്. അതിന് വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നന്നായി പഠിക്കണം. അതോടൊപ്പം മാർക്ക് മനസ്സിലാക്കിയില്ല ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചാപ്റ്ററിന് നിങ്ങൾ കൂടുതൽ എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ BRS നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം ഒരു 3 to 4 മാർക്സിനെ ചോദിക്കാറുള്ളൂ. അതിന് നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഓരോ ചാപ്റ്റേഴ്സിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, ഡിപ്രീസിയേഷനിലേക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഓക്കെ, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് വരും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് നമ്മൾ കാണാറുണ്ട് PYQ, റൈറ്റ്? സോ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ ക്യാഷ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റേഷ്യോ ആണ്. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചെയ്താന്ന് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ വന്നത് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ലാസ്റ്റ് 3 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട്. 2025, 2024 ഡിസംബറും ജൂൺ അറ്റംപ്റ്റും. അങ്ങനെ 3 അറ്റംപ്റ്റിലെയും ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിനും എത്ര വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ലാസ്റ്റ് അറ്റംപ്റ്റിൽ 27 മാർക്സിന് വന്നിട്ടുണ്ട്, അല്ലേ? അറൌണ്ട് 50%. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പകുതി മാർക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാന്നുള്ളത്. ഡിസംബറിലേക്ക് വരുമ്പോൾ അത് 22 മാർക്കിനാണെങ്കിൽ ജൂൺ 2024 അത് 23 മാർക്കിന് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 60 മാർക്കുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ 20ന്റെ മേലെ, അല്ലേ, എന്ന് പറഞ്ഞാൽ ഒരു 40 to 50% നമുക്ക് എന്തുണ്ട്, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്നാൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നോക്ക്, ലാസ്റ്റ് അറ്റംപ്റ്റിൽ 5 മാർക്സിന് വന്നിട്ടുണ്ടെങ്കിലും അതിന് മുമ്പുള്ള 2 അറ്റംപ്റ്റ് 3 മാർക്സ് വെച്ചിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഏറ്റവും മിനിമം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒന്ന് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പഠിക്കണ്ട എന്നല്ല കേട്ടോ പറയുന്നത്. അതിന്ന് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യേണ്ടത് 3 to 4 മാർക്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു 5% ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത് വളരെ സിമ്പിളാണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. BRS സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? BRS ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഉണ്ടാക്കുന്നതാണ്. അത് അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് അല്ല. അതുപോലെ തന്നെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ഫേവറബിൾ ആണ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ തിയറികളാണ് നമ്മൾ അധികവും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. ദെൻ ഡിപ്രീസിയേഷനിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റിൽ കുറച്ച് കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 7 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അറ്റംപ്റ്റിൽ 4-3 മാർക്ക് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഡിപ്രീസിയേഷൻ നമുക്കറിയാം റിപ്പീറ്റഡ്ലി കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഒരു 15 to 16 മാർക്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 30%, അല്ലേ? 20% to 30%, 20 to 30% നമുക്ക് എവിടെ നിന്ന് വരുന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് വരുന്നത്. അപ്പോൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങും ചോദിക്കുന്ന അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ക്വസ്റ്റ്യൻസ്, അല്ലെ? കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററും കൂടി നിങ്ങളൊന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ദെൻ നിങ്ങൾക്ക് ഫണ്ട് ഫ്ലോ റേഷ്യോസും ലാസ്റ്റ് 2 അറ്റംപ്റ്റിൽ 4 മാർക്സ് വെച്ചിട്ടേ ചോദിച്ചിട്ടുള്ളെങ്കിലും അതിൻ്റെ മുമ്പുള്ള അറ്റംപ്റ്റ്സ് നോക്ക്, 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്കിന് ചോദിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ 8 മാർക്സ് ഓർ 9 മാർക്സ് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ഫണ്ട് ഫ്ലോ റേഷ്യോ അനാലിസിസും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നോക്കിയാൽ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആണ്, പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ആണ്, പിന്നെ ഈ 2 ചാപ്റ്ററാണ്. ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? 8 മാർക്സിന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 7-9 ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 16 മാർക്സ് നമുക്ക് ഈ ഒരു ഏരിയ നിന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ലീസ്റ്റ് ആയിട്ട് BRS ആണെന്ന് ഞാൻ പറഞ്ഞു. ഡിപ്രീസിയേഷൻ നമുക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതെല്ലാം
ഈ 3 അറ്റംപ്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീ ഒക്കെ ഓൾറെഡി നമ്മളെ ചാനലിലെ വീഡിയോയിലുണ്ട്. PYQ സീരീസ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ വന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. സോ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക, നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.